നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു ഉന്നതതല യോഗം ചേർന്നു. തദ്ദേശ വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ജലസേചന മന്ത്രിയും ആരോഗ്യമന്ത്രിയുമൊക്കെ പങ്കെടുത്തു. വിഷയം ആമയിഴഞ്ചാൻ തോടിൻ്റെ ശുചീകരണവുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. തോട് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു എന്നാണ് യോഗശേഷം വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഈ നടപടി എത്രമാത്രം പുരോഗമിച്ചു എന്നത് 10 ദിവസത്തിന് ശേഷം വീണ്ടും പുനഃപരിശോധിക്കുകയും ഒക്കെ ചെയ്യും. ഒപ്പം തന്നെ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനെ സംബന്ധിച്ച് റെയിൽവേ തീരുമാനം എടുക്കണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അത് പരിഗണിക്കാം എന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. റെയിൽവേയും കോർപ്പറേഷനും ജലസേചന വകുപ്പും ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉന്നതതല യോഗത്തിന് അയച്ചു. അങ്ങനെ കാര്യക്ഷമമായി ഈ പദ്ധതി നടപ്പിലാകുമോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് ഇവർക്ക് മുന്നിൽ വയ്ക്കാനുണ്ട്? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ എരുമേലിയിൽ നിന്ന് അൽത്താഫാണ്. അൽത്താഫ്, ഈ വിഷയം സർക്കാർ ഗൗരവത്തോടെ എടുത്തു എന്ന് വിലയിരുത്താർ ആയോ? അതോ മുമ്പും ഈ ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനെയൊക്കെ സംബന്ധിച്ച് ഒട്ടനവധി ചർച്ചകൾ നടന്നിരുന്നു, പണം നീക്കിയിരിപ്പുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ എവിടെയും എത്താതെ പകുതി വഴിയിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം. ഇനി അതിൽ വലിയ ആത്മാർത്ഥത എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാകുമോ? നമ്മുടെ മുന്നിൽ ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് സർക്കാർ ഇപ്പൊ അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. അത് ഇടപെടുന്ന തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്, അത് ചെയ്യേണ്ടതാണ്, അത് ആവശ്യകതയാണ്. പക്ഷെ നമ്മളിത് ചെയ്തത് ഒരു മനുഷ്യന്റെ ജീവൻ പോയിട്ട് വേണമായിരുന്നോ എന്നതാണ് ഒരു ചോദ്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് രാഷ്ട്രീയമായിട്ട് കാണുന്ന, ഇപ്പൊ നമ്മളിപ്പോ അടുത്ത കോളുകളിലൊക്കെ നമുക്ക് കേൾക്കാം രാഷ്ട്രീയമായിട്ട് സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നമ്മളിത് മനുഷ്യരുടെ ജീവനും നമ്മുടെ നാട്ടിലെ ശുചിത്വവും ഒക്കെ ശുചിത്വം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണമായിട്ടുള്ള ഒരു പൊതുവിഷയമാണ്. അതിനകത്ത് രാഷ്ട്രീയം കലർത്തി ഇപ്പൊ അടുത്ത ഇനിയുള്ള വിളിക്കാൻ പോകുന്നവർ കോർപ്പറേഷനാണ്, അങ്ങനെയാണ്, റെയിൽവേ ആണ്. ഇപ്പൊ ഒരു മനുഷ്യന്റെ ജീവൻ പോയി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, ജീവൻ പൊലിഞ്ഞു നിൽക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ നമ്മൾക്കും കൂടെ കാരണമുള്ള ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാർ അത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നല്ലൊരു നടപടിയാണ്. അത് അവര് പൂർണ്ണമായി ഇപ്പൊ ഈ മാധ്യമ വാർത്തകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി എടുത്തതാണോ എന്നറിയില്ല. അത് പൂർണ്ണമായി പൂർത്തീകരിക്കാനാവട്ടെ. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും വലിയൊരു ശുഭപ്രതീക്ഷയാണ് ആളുകൾക്ക് മുന്നിൽ ഉള്ളത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് DRMുമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, ഈ പദ്ധതി ശുചീകരണം നടത്താനുള്ള ഈ നീക്കം അത് എത്രയും അംഗീകരിക്കപ്പെടേണ്ടതൊന്നു തന്നെ. പക്ഷേ നേരത്തെ 25 കോടി രൂപ അനുവദിച്ചതാണ്. പിന്നീട് 2022-23 12 കോടി അനുവദിച്ചു. എന്നിട്ടും ഇത് വൃത്തിയായില്ല എന്നതാണ് നമ്മളെ ഒരല്പം ആശങ്കയിലാക്കുന്നത്. അപ്പോൾ ഈ നടപടി ഇത് വിജയം കാണും എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുമോ? പൂർണ്ണമായിട്ട് വിജയമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് കേരളമാണ്, ഇത് മലയാളികളുടെ നാടാണ്, ആരംഭ ശൂരത്വത്തിന്റെ നാടാണ്. ഒരുപാട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. എന്നാലും ഈ ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാൻ ഒരു കാര്യം സഹായിക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി വലിയ 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 വർത്തമാനങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തും. ഇത് ലൈവായിട്ട് കുറെ കാലം നിൽക്കുകയും ചെയ്യും. പിന്നെയും വീണ്ടും ഇത് പഴയ പടി തന്നെ ആവുകയും ചെയ്യും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. യെസ്, വ്യക്തമാണ്. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഇത് ഇപ്പോഴത്തെ ഈ ചൂടും മാധ്യമ വാർത്തകളുമൊക്കെ അവസാനിക്കുമ്പോൾ ഈ ശുചീകരണ നടപടികളും അങ്ങനെ അവസാനിക്കും എന്നാണോ കരുതേണ്ടത്? അതോ ഇത് എക്കാലത്തും ഇനി ഒരു ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറാകും എന്നാണോ കരുതേണ്ടത്? നമസ്കാരം. 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 മഴയൊക്കെ എങ്ങനെയാണ്? നല്ല മഴയല്ലോ? അതെ അതെ അതെ, മഴ എല്ലായിടത്തും വലിയ പ്രശ്നം സൃഷ്ടിച്ചു. ഈ ശുചീകരണത്തിന്റെ ഭാഗമായി ഇപ്പൊ ആശുപത്രിയിലൊന്നും ചെല്ലാൻ പാടില്ല, പനി കാരണം. പനിയുടെ ബഹളാണ്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി അറിയാം. അതായത് നമ്മുടെ ഈ ഇതെങ്ങനെ വിശ്വസിക്കും മനു? നമ്മൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെ വിശ്വസിക്കും? കാരണം എന്തൊരു ദുരന്തം ഉണ്ടായാലും ശരി,
അതെ, ഒരു സ്ത്രീ പീഡനമായാലും ശരി, പെൺകുട്ടികളെ പീഡിപ്പിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോ പീഡിപ്പിക്കണമാണ്. എന്ത് കേസ് വന്നാലും അപ്പൊ ഭയങ്കരമായിട്ടുള്ള ആക്ഷനാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇന്ന് വേറെ തീരുമാനം ആ കൂട്ടത്തിലുണ്ട്. പ്ലാസ്റ്റിക് നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ കർശന ശിക്ഷ എന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്ന ഈ തെരുവിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ പരസ്യമായിട്ട് ഒരു ഭയവും ഇല്ലാതെ പിന്നെ ഈ ഉള്ളിത്തൊലി പോലത്തെ പ്ലാസ്റ്റിക് കൊണ്ട് മീൻകാര്, പച്ചക്കറിക്കാര്, തോട്ടുള്ളവർ മുഴുവൻ നടക്കുവാണ്. കാരണം നമ്മളിപ്പോ ചെന്നിട്ട് ഒരു കിലോ 2-3 കിലോ സാധനം മേടിക്കുമ്പോൾ നമ്മളിത് എന്തെങ്കിലും അത് കൊണ്ടുപോകും. അതിനുള്ള പകരം ബദൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറക്കുന്നുണ്ടോ? അതിനെന്തെങ്കിലും സംവിധാനം പറയുന്നുണ്ടോ? അങ്ങ് നിരോധിച്ചാൽ മാത്രം മതിയോ? അതിന് ബദൽ കണ്ടുപിടിക്കണ്ടേ? ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, വലിയൊരു ഭൂകമ്പം പോലെ ഒരു ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, കോടതി വരെ ഇടപെട്ടപ്പോൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ജനം വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലും കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. ഈ സാധനം നിരോധിച്ച ഈ ജനങ്ങളുടെ കയ്യിലുണ്ടാകുമോ? ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ് മനു, ശരിയല്ലേ? ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ജനം ഉപയോഗിക്കുമോ? ഈ മൈക്രോൺ കുറവുള്ള പ്ലാസ്റ്റിക് ജനത്തിന് കിട്ടിയില്ല, അവർ ഉപയോഗിക്കുമോ? ഉപയോഗിക്കില്ല. ഹാൻസും പാൻപരാകുന്ന തെരുവ് കിട്ടുന്ന പോലെ തന്നെയാണ്. ഇതൊന്നും ഉണ്ടാക്കാൻ നടത്തുന്ന ഒരു നിരോധനവും ഇല്ല. കാരണം അവിടുത്തെ വരുമാനം പോകരുത്. ഇതല്ലേ ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ജനത്തിന് ഉപകാരപ്പെടാവുന്ന രീതിയിൽ 27 കോടി രൂപയുടെ കണക്ക് മനു പറഞ്ഞില്ല. 37 കോടി എങ്ങനെ ചിലപ്പോൾ 2 ഘട്ടമായിട്ട് 37 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. ഈ 37 കോടി എവിടെ പോയി? വെള്ളത്തിൽ 37 കോടി ഒന്നും ഇല്ലേ? നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യം അവിടെ ഈ മലമറിച്ച് ചെയ്തു. ഈ കാറ്റുണ്ടായിരുന്ന കുറെ ഭാഗം വൃത്തിയാക്കിയിട്ടായിരുന്നു. എന്നിട്ട് അതിന് കിലോമീറ്റർ അകലെ കിടന്ന് ബോഡിയും കിട്ടി. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് ചിരി വരുന്ന രീതിയിലോട്ടാണ്. ഇപ്പൊ ആ സങ്കടം മാറിയിട്ട് ചിരി വരും ഇവിടെ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ. ജനത്തിന് വിശ്വാസം നഷ്ടപ്പെടും. ഒരു തർക്കവും ഇല്ല. കാണിക്കണം, പ്രവർത്തിച്ച് കാണിക്കണം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ശ്രീ ശിവജിയാണ്. ശ്രീ ശിവജി, ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമായി ഇതിനെ നമ്മൾ താഴ്ത്തി കാണണോ, അതോ ഈ ജോയുടെ മരണം ഒരു വലിയ പാഠമായി കണ്ട് സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന് കാണണം? മനസ്സാറെ, പൊതുവേദി വിളിക്കുന്ന ഒരു വ്യക്തികളെയും വിളിക്കുന്ന ആളുകളെ ഞാൻ വ്യക്തിപരമായി ഒന്നും പറയാറില്ല. ഇപ്പൊ അൽത്താഫ് എരുമേലി പറഞ്ഞു, ഇനി വരുന്ന കോളുകളിൽ രാഷ്ട്രീയക്കാർക്കെതിരെ രാഷ്ട്രീയം പറഞ്ഞു വിമർശനം വരുന്നു. രാഷ്ട്രീയക്കാർക്കെതിരെ വിമർശനം വരും. എന്തുകൊണ്ടാണെന്നറിയോ? ആദ്യം ബോധവൽക്കരണം ചെയ്യേണ്ട ജനങ്ങളെ അല്ല, ഈ രാഷ്ട്രീയക്കാരെയാണ്. ഈ നമ്മുടെ ജനപ്രതിനിധികളാണ് ആദ്യം ബോധവൽക്കരണം ചെയ്യേണ്ടത്. ഈ കിട്ടുന്ന കാശ് ഇവരെന്താ ചെയ്യുന്നത്? ജനങ്ങൾ പലതരക്കാരാണ്. 3-3.5 കോടി ജനം പലതരക്കാരാണ്. അവരൊരു കുപ്പി അങ്ങോട്ട് എറിഞ്ഞിരിക്കും, ഇങ്ങോട്ട് തിരിക്കും. ഇതൊക്കെ ചെയ്യാനാണല്ലോ. ഇങ്ങനെ ജനങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇതിനായിട്ട് പണം അനുവദിക്കേണ്ട കാര്യമില്ലോ. ഇതൊക്കെ പോക്കറ്റിലാക്കി തിന്നിട്ട് വിമർശിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജനം വിമർശിക്കുക തന്നെ ചെയ്യും. ഇനി രാഷ്ട്രീയക്കാരെ പറയുക തന്നെ ചെയ്യും. ഇത് മേയറും ടീമും കൂടെ കട്ടു നിന്നിട്ട് ഈ ആകെ 180 മീറ്ററിന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് മുഴുവൻ റെയിൽവേയുടെ ആണെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയാൽ പറയാതിരിക്കാൻ പറ്റുമോ? അതിന് താഴേക്കുള്ളതിന് ഇപ്പൊ റെയിൽവേ വിടുന്നത്, അതിന് മുകളിലുള്ളതോ? ഈ പുഴ തുടങ്ങുന്നതിന് മുൻപ് അത് മുതൽ റെയിൽവേ വരെയുള്ളത് ആരുടെയാ സാറേ? എന്നിട്ട് വിമർശിക്കരുതെന്ന് ഓരോരുത്തർ പറയാം. വിമർശിക്കരുത്, ഒന്നും പറയാൻ പാടില്ല. ആരെങ്കിലും മരിച്ചു കിടക്കുമ്പം ഇതിന്റെ ഇരയായിട്ട് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഇപ്പൊ ഇത് പറയേണ്ട സമയമല്ലത്രേ. ഇപ്പോഴാണ് ഇത് പറയേണ്ടത്. പറയുന്നേ ഇവർ ഈ പൈസ എന്ത് ചെയ്യുന്നു ആദ്യം പറയട്ടെ. ഈ മേയർ ഈ പൈസ എന്ത് ചെയ്തു? അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ ഇതിന് പൈസകൾ ഇവരെന്ത് ചെയ്യുന്നു? ഇത് മുഴുവൻ കട്ട് തിന്നിട്ട് ഇവന്മാരുടെ പോക്കറ്റ് വീർപ്പിച്ചിട്ട് വിമർശിക്കരുത് അത്രേ. അൽത്താഫിനോട് എനിക്ക് പറയാറുള്ളത്, ആദ്യം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് യാഥാർത്ഥ്യം പറയാൻ മടിക്കുന്നത്? അറിവുള്ള ആളല്ലേ? ഇവര് കട്ട് തിന്നുന്നില്ലേ? ഇവർ ഈ പൈസ എന്ത് ചെയ്തു? ഈ തോട്ടിലൂടെ ഇത്ര മാലിന്യങ്ങൾ വന്നാൽ ഈ കാരണമല്ലോ പൈസ വരുന്നത്. അത് ശ്രീ ശിവജി പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ശ്രീ ശിവജി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് മെമ്പറൊക്കെ ആകാൻ ഓരോരുത്തരും പ്രചരണ സമയത്ത് ചെലവാക്കുന്ന പണം കണ്ടാൽ ഇത് ഇത്രമാത്രം ലാഭകരമായ ഒരു കാര്യമാണോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു വാർഡ് മെമ്പറും കൗൺസിലറും ഒക്കെ ആക്കാൻ വലിയ പണം ചെലവാക്കുന്നത്, എന്താണ് അതിന്റെ ലാഭം? അത്ര നേട്ടം ഉണ്ടായിട്ടാണല്ലോ ഓരോ ചെയ്യുന്നത്. അവർക്ക് അത് ഉണ്ടാക്കാമെന്നുള്ള ധൈര്യം കൊണ്ടല്ലേ അവർ ചെയ്യുന്നത്. വാർഡ് മെമ്പർ അത്രയും പൈസ ചെലവാക്കേണ്ട. ഒരു കൊച്ചു വാർഡ് 1000 1200 വോട്ടർമാർ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു വാർഡ് മെമ്പർ ഇത്ര പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ അവനത് വീണ്ടും തിരിച്ചു പിടിക്കാമെന്ന് ഓർത്തല്ലേ? എന്നിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറയാം. വിമർശിക്കുക തന്നെ വേണം. യെസ്, വ്യക്തമാണ്. ഏതായാലും മുൻകൈ എടുത്ത് വിമർശിക്കണമെന്ന് ഞാൻ പറയാം. ഞങ്ങൾക്കൊന്നും കഴിവില്ലാത്തവരോട്ടോ, ഞങ്ങൾ സാധാരണക്കാരല്ല. അല്ല, എല്ലാവരും കഴിവുള്ളവർ തന്നെ. അത് പൊതുവേദി അതിനാണല്ലോ, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായും പൊതുവേദി അതിനാ. പൊതുവേദി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് പറയാൻ വേണ്ടിയല്ലേ സാറേ? എന്റെ പറയരുതെന്ന് അൽത്താഫ് പറയരുതെന്ന് ഞാൻ വ്യക്തികളെ പറയാറില്ല കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് ഇയാൾ പറഞ്ഞുകൊണ്ടുള്ളൂ. യെസ്, വ്യക്തമാണ്. സൂപ്പി എന്നൊരു പ്രേക്ഷകൻ
വെള്ളമുണ്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സൂപ്പി, ഈ മാലിന്യം ഒരു കീറാമുട്ടിയാണ്, എല്ലായിടത്തും അത് നമുക്കൊരു പ്രശ്നമായി വരികയാണ്. പക്ഷേ മറ്റു പല രാജ്യങ്ങളിൽ നമുക്ക് മുന്നിൽ കാണിക്കുന്നത് മാലിന്യത്തിൽ നിന്ന് അവർ റോഡുണ്ടാക്കുന്നു, അതുപോലെ അത് കാര്യക്ഷമമായി സംസ്കരണം നടപ്പിലാക്കുന്നു. നമ്മുടെ രാജ്യം ഇത് പഠിക്കാനായി പലപ്പോഴും പല സ്ഥലത്തു നിന്ന് ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ജനപ്രതിനിധികൾ പോകുന്നു. ഇനിയും പക്ഷേ എങ്ങും എത്തിയില്ലേ? എന്താണ് ഇനിയും ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എന്റെ അഭിപ്രായത്തിൽ ഈ മാലിന്യം ഈ മഴക്കാലത്ത് മാത്രമാണ് മാലിന്യത്തിന്റെ വിഷയം വരുന്നത്. മറ്റു കാലങ്ങളിൽ എന്താ ഇതേക്കുറിച്ച് ഈ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുന്ന ആ സാധനോ ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത മഴക്കാലം വരും മാത്രമാണ് ഇതിലേക്കുള്ളൊരു ശ്രദ്ധ വരുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ പണം അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ താമസിപ്പിച്ചിട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇതിൽ നിന്നുണ്ടെങ്കിൽ നക്കാപ്പിച്ച കൂടുതൽ വാങ്ങാനുള്ള ഉദ്ദേശം തന്നെയാണ് രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ഇതിൽ കൈയിട്ട് വരുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരൻ വിമർശിക്കുകയും ചെയ്യണം, അവരെ തെറ്റ് തിരുത്തിക്കണം. അതുകൊണ്ട് ജനങ്ങൾ ബോധവാനാകണം എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തം. ടി കെ രവിചന്ദ്രൻ പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി കെ രവിചന്ദ്രൻ പിള്ള, പ്ലാസ്റ്റിക് നിരോധനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിയന്ത്രണം ഇതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷേ ഇപ്പോഴും പ്ലാസ്റ്റിക് ഒരു വലിയ പ്രശ്നമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത്? അതാണോ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മളിതിന് ഇടയാക്കുന്നത്? നമസ്കാരം. യെസ്, നമസ്കാരം. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ 1 വർഷമായ ഇത് ചരമദിനമാണ്. അതിന് ഒരു പ്രണാമം കൊടുക്കുന്നു. ഇത് ഒരിക്കലും ഇത് ജനങ്ങളെ കണ്ണിൽ കുടിയിടാനുള്ള ഒരു മാർഗമാണ്. കാരണം പറഞ്ഞാൽ നവകേരള സദസ് ഇവിടെ നടത്തി. കേരളത്തിന്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ. കൊല്ലം മണ്ഡലത്തിൽ ഞാനും ഒരു പരാതി കൊടുത്തതാ. 4 പരാതിയാണ് കൊടുത്തത്. ആ പരാതിക്കകത്ത് ആ പേപ്പർ പോലും എടുത്തിട്ടില്ല. ഞാൻ അവസാനം കൊല്ലം കളക്ടറേറ്റിൽ പോയി ആ പേപ്പർ നോക്കി അവരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറയുന്നു കുറെ പേപ്പർ മാറ്റി വെച്ചിരിക്കുക, ഇങ്ങോട്ട് റെഫർ ചെയ്തില്ലെന്ന്. അതേ കണക്കാണ് തിരുവനന്തപുരം ഈ പറഞ്ഞ മാലിന്യങ്ങളെ ചർച്ചയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മേയറും തിരുവനന്തപുരം ജില്ലയിലെ മന്ത്രിയായ ശിവൻകുട്ടിയും വിളിച്ചത്. ഒരു കാര്യമുള്ള കേസല്ല. അഥവാ ഇത് നടക്കുവാണെങ്കിൽ ഈ വർക്ക് കുറെ കുട്ടിസഖാക്ക് കൊടുത്തിട്ട് അവര് ഇതിൽ അഴിമതി കാണിച്ച് അവര് അത് കൊണ്ടുപോകാൻ നോക്കും. കേരളത്തിൽ ഏത് ഭാഗത്താ മാലിന്യങ്ങളുള്ളത്? എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ കഴിവുകേടാ. കാരണം പറയാൻ റെയിൽവേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ബഹുമാനപ്പെട്ട ജോയി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു കിടന്ന ആ സ്ഥലത്ത് എന്ത് മാലിന്യങ്ങളാ കിടക്കുന്നത്? നമ്മൾ കേരളത്തിലെ സമൂഹം കണ്ടതല്ലേ ഇത് ചാനലിൽ കൂടെ. ഇവർക്ക് ഇത് റെയിൽവേയുടെ തോളെ വെച്ച് കെട്ട ഇവർക്ക് പിന്നെ ഒരു ബോധം ഇല്ലയോ എന്നാ ചോദിക്കുന്നത്. ഇത് സർക്കാരിന്റെ പിഴുപ്പുകേടാ. ഈ ചർച്ച വിളിച്ചിരിക്കുന്ന പറഞ്ഞാൽ ജനത്തിന്റെ കണ്ണി പൊടിയിടാനാ. ഇവിടെ കേരളം മൊത്തവും മാലിന്യങ്ങളെ വിഷയമായിട്ട് കിടക്കുവാണ്. ഏത് ഭാഗത്താ ഇവിടെ വേസ്റ്റ് ഇല്ലാത്ത, ഏത് വാർഡിലാ വേസ്റ്റ് ഇല്ലാത്ത? എല്ലാ മുക്കിലും മൂലയിലും എല്ലാം വേസ്റ്റുകൾ കിടക്കുക. വെറുതെ കുറെ ഉദ്യോഗസ്ഥര് ഇവര് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടന്ന ആൾക്കാരെ ഈ ലാസ്റ്റ് ഗ്രേഡിലും സെക്കൻഡ് ഗ്രേഡിലും എല്ലാം വിളിച്ചു കയറ്റി അവർക്ക് ശമ്പളം കൊടുത്ത് ഖജനാവ് കാലിയായി കിടക്കുവാണ്. ഈ കാര്യത്തിന് വല്ലോ ഒരു പൈസ ചെലവാക്കുന്നോ? ഈ 7 വർഷം കൊണ്ട് എന്തോ പൈസ ചെലവാക്കുന്നു. മാലിന്യങ്ങൾ ഇത് അന്ന് ഉമ്മൻചാണ്ടി നടന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി സംസാരിച്ചതില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഈ സർക്കാർ കയറി കഴിഞ്ഞിട്ട് അവിടെ വെള്ളപ്പൊക്കം തന്നെയാണ്. ഒരു ചാറ്റ മഴ പെയ്താൽ മതി, അവിടെ വെള്ളമാണ് കയറുന്നത്. ഇതിന് ഹലോ കേൾക്കുന്നു. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. രാധാകൃഷ്ണൻ വിളിക്കുന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഇത് ഒരു സ്ഥിരം കാഴ്ചകെട്ടാണോ എല്ലായ്പ്പോഴും നടക്കുന്നത് പോലെ? എനിക്ക് തോന്നുന്നു താങ്കളുടെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഏതായാലും തിരിച്ചു വരാം. ശ്രീ ഉമേഷ് പാലയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു നീക്കമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതെ, ഇത് വെറും കാപട്യവും കള്ളത്തരവുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതൃഭൂമി ന്യൂസ് ഒരു സംഭവം വെളിവിട്ടു.
തിരുവനന്തപുരം നഗരസഭയുടെ വാഹനത്തിൽ കൊണ്ട് റോട്ടിലോട്ട് മാലിന്യം തള്ളുവാണ്. ആ തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഇവര് ഷൂട്ട് ചെയ്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ പണിയെ ബാധിക്കും, ഞങ്ങളോട് ഇങ്ങോട്ട് തള്ളാനാ പറഞ്ഞു, ഞങ്ങൾ ദയവ് ചെയ്ത് വെളിവിട്ടിരുന്നു പറഞ്ഞു. നമ്മളെല്ലാം കണ്ടുകൊണ്ട് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ കേരളത്തിൽ നടക്കുന്ന സംഭവം. എന്നിട്ട് ഈ വൈകിട്ട് ചാനൽ ചർച്ചയിൽ അതിലെല്ലാം വന്ന് വാഗതോരാതെ കൊറോണത്തിനെ പിടിക്കുക, ഈ ജയിക്കിനെ പോലുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടിരിക്കുക. എന്താണെന്നറിയോ, ഇത് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാമർഥ്യമുള്ളവരെ പറഞ്ഞു വിട്ടാൽ മാത്രമേ ഇത് പിടിച്ചു നിൽക്കത്തുള്ളൂ. ഇത് എത്ര കാലം ഇതിങ്ങനെ പിടിച്ചു നിന്ന് പോകും? ഈ ലക്ഷങ്ങളും കോടികളും എതിരെ പോവാ? പനിസാർ തന്നെ പറയാം, എത്ര കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു. ഈ പൈസ, ഈ ഫണ്ടുകളെല്ലാം ഇതിലേ പോകുന്നു. ഇതെല്ലാം കീശയിലോട്ടും അവനവന്റെ ബാങ്കിലോട്ടും ഫിക്സറായിട്ടും പോകുമല്ലാതെ ഈ കേരളത്തിൽ ഒരു മാറ്റവും വരില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇപ്പൊ ഒരു ചെറിയൊരു പരിപാടി കാണിക്കുന്നുള്ളൂ. ഈ മേയറൊക്കെ എന്ന് പറഞ്ഞ ഈ മേയറൊക്കെ ഈ ആ ട്രാൻസ്പോർട്ട് തടഞ്ഞതിന്റെ ഒരു പകുതി സാമർത്ഥ്യം ഇതിനു വേണ്ടി കാണിച്ചാൽ പോരെ. ട്രാൻസ്പോർട്ട് തീവ്രലൈനിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് കോലം കിട്ടുന്നത് കണ്ടില്ലേ? ഇതിനൊക്കെ കൊടുത്തുള്ളൂ. കാരണം ഇച്ഛാശക്തിയും വേണം, പ്രായം വേണം, പക്വത വേണം, ജനത്തിനോട് ബാധ്യതയും വേണം. അല്ലാതെ ഇച്ചിരില്ലാതെ പെൺകുട്ടിയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മളിത് അനുഭവിച്ചാൽ പറ്റും. നമ്മളിപ്പോ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, നമ്മൾ ഇവരെ ജയിപ്പിച്ചു വിട്ടാത്തില്ല, നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി ഇവരെ ജയിപ്പിച്ചു വിട്ടെ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷക കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ്. ശ്രീമതി ജയ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? ഈ ഉദ്യോഗസ്ഥരും സർക്കാരും ഒരു കൈയായി നിന്ന് ഈ മാലിന്യ സംസ്കരണം വളരെ സജീവമായി ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതോ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഈ വിഷയം കൈവിടുമ്പോൾ സർക്കാരും ഇത് കൈവിടുമോ? നമസ്കാരം മനു. നമസ്കാരം. മനു, നമുക്ക് നമ്മുടെ നാട്ടിലാണ് ഈ ശുചീകരണം ഒന്നും നടക്കാൻ പറ്റാത്തത്. ഞാൻ കുറച്ചുനാൾ ഗൾഫിൽ നിന്നതാ. അവിടെ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെ ഒരു വലിയ ബോക്സ് കൊണ്ടുവച്ചിരിക്കുക. ആ ബോക്സിനകത്ത് ആ ബിൽഡിങ്ങിലുള്ള എല്ലാവരും നമ്മുടെ കച്ചട കൊണ്ടുവന്ന് അവിടെ ഇടണം. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അത് രാവിലെ 5 മണിക്ക് അവരുടെ ജോലി തുടങ്ങുന്ന അതാ. എത്ര നീറ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ 70 രൂപ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാത്രം എടുക്കും. ബാക്കി ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ എവിടെ കൊണ്ടുവന്ന് കളയും? 4-3 സെന്റ് സ്ഥലത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ഒരിക്കലും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഇവര് ചുമ്മാ സ്വാഭാവികമായി അത് അവിടെ ഇവിടെ കെട്ടിക്കിടക്കും. പിന്നെ അതിൽ നിന്ന് രോഗങ്ങൾ പകരും. അതുപോലെ നായ്ക്കൾ വന്നത് തിന്നാൻ തുടങ്ങും. അങ്ങനെ അത് മൊത്തത്തിൽ സാമൂഹ്യ പ്രശ്നത്തിന് വഴിവെക്കും അല്ലേ? അതെ മനു, അഷ്ടമുടിക്കായല് ഞങ്ങളുടെ അടുത്തൂടെ പോകുന്നത്. അഷ്ടമുടിക്കായലിന്റെ തീരം മുഴുവനും ഇപ്പൊ ഈ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ രംഗമാണ് അവിടെ. അഷ്ടമുടിക്കായലും വൈകാതെ ഒരു ആമയഴഞ്ചൻ തോടാകും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ പേടിയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ടൗണിൽ കൂടെ ഒന്നും നടക്കാനൊക്കത്തില്ല. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നാ സ്മെല്ലാന്നറിയാവോ? ഏതായാലും ഈ ആശങ്കകളൊക്കെ ആളുകൾ അധികൃതർ കേൾക്കുന്നുണ്ടെന്ന് ഞാനും വിചാരിക്കുക. നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കോർപ്പറേഷൻ എന്താ പണി? 70 രൂപ കൊടുത്ത് ഈ പ്ലാസ്റ്റിക് മാത്രം എടുത്തോണ്ട് ബാക്കി വേസ്റ്റ് എവിടെ കൊണ്ടുപോയി കളയും? അതിനൊക്കെ ഒരു തീരുമാനം അവരെത്തിക്കണം. 100 രൂപ കൊടുക്കാം, എല്ലാം കൂടെ എടുത്തോണ്ട് പോട്ടെ. വ്യക്തമാണ്. വളരെ കൃത്യമായ ഒരു ചോദ്യമാണ് ഒരു കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷക ഉന്നയിക്കുന്നത്. ബാലചന്ദ്രൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലചന്ദ്രന് എന്താണ് ഇത് സംബന്ധിച്ച് തോന്നുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇത് രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് നയമാണ് സാർ. ഇത് നാട് നന്നാവണമെങ്കിൽ ആദ്യം അവര് നന്നാവും. അവരെ ആക്ഷേപിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് ചെയ്യാനുള്ള ഇച്ഛാശക്തി ഇല്ല. നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്ന് മത്സരിച്ച ഒരു കക്ഷിയെ മാത്രമല്ല പറയുന്നത്. മത്സരിച്ച് ജയിച്ച ശശി തരൂരുണ്ട്, വിശ്വപുരുഷൻ. തിരുവനന്തപുരം സിറ്റി എന്തോ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ് ബാഴ്സലോണിയോ സിംഗപ്പൂരോ എന്തൊക്കെ ആക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നടന്നത് ഈ നേരം വരെ കാണാനേ ഇല്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്ന് അല്ലേ സംശയം തോന്നുന്ന തരത്തിലാണ് പ്രവർത്തനം. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഒരു ദിവസം പോലും ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതായിട്ടോ കണ്ടിട്ടില്ല. അവരൊക്കെയാണ് നാട് ഭരിക്കുന്നത്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാധാകൃഷ്ണൻ വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? ഈ മാലിന്യ സംസ്കരണത്തിൽ ഇനിയും ഒരു ധാരണയിലെത്താൻ, ശാസ്ത്രീയമായി ഇത് അവസാനിപ്പിക്കും, ഈ പ്രശ്നത്തിന് എന്നേക്കുമായ ഒരു പരിഹാരം കാണാൻ നമുക്ക് ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? അത് നമ്മൾ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ കാല വിഷയമല്ല പലരും ചർച്ച ചെയ്തില്ല. സർക്കാരുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അതവിടെ നിൽക്കട്ടെ. കാര്യം കണ്ടല്ലോ, പാരീസ് അവിടെ ഒളിമ്പിക്സിന് എനിക്ക് തോന്നുന്നത് വീണ്ടും ഈ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ റേഞ്ച് ഇല്ലേ?
യെസ്, ഞാൻ മടങ്ങി വരാം. ദീപു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു, ഇത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ളൊരു നീക്കമാണ് എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊരു വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ മാലിന്യം സംസ്കരണം എന്നത് ഇത്രയും മനുഷ്യർ ഉള്ള സ്ഥലത്ത് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഇത് കാര്യക്ഷമമായി ചെയ്യാൻ ഒട്ടും കഴിയില്ല എന്നുണ്ടോ? മനു, അതായത് ഇപ്പൊ ഞങ്ങളൊക്കെ ഈ ന്യൂസ് 18 ഈ ചർച്ചയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടി കോൾ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് കണക്ഷൻ കിട്ടി വിളിക്കുന്നത്. പക്ഷെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്തുനിന്ന് വിളിക്കുന്നവർ എന്ന് പറയേണ്ട കാര്യം എന്താ? തിരുവനന്തപുരംകാരെല്ലാം ഞങ്ങളെ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ ഈ ലോകം മുഴുവൻ നടന്ന് ഗഗനചാരിയായിട്ട് ചന്ദ്രനി വരെ വലിയ ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ തിരുവനന്തപുരത്തുള്ള ഇട്ടാവട്ടത്ത് കിടന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. BJP-ക്കാരാണെന്ന് പറയാൻ എന്താ ഇത്ര മടി അവർക്ക്? എന്നിട്ട് BJP-ക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ BJP-ക്കാരനെ അല്ലെന്ന് പറയാം. അന്ന് ആ കള്ളത്തരമൊക്കെ കൈവച്ചിട്ടും ബാക്കിയുള്ളവരെ തിരുവനന്തപുരത്തുകാരെയൊക്കെ കുറ്റം പറഞ്ഞാൽ മതി. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ മനു, ഇത് നേരത്തെ ഇന്നലെയൊക്കെ സംസാരിച്ച പോലെ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയതുപോലെയുള്ള റിവ്യൂസ് അത് നടത്താതെ ഇത് ഒരിക്കലും പോയില്ല. കാരണം ഇന്ന് ക്ലീൻ ചെയ്താൽ നാളെ ഇന്ന് എത്ര കോടി രൂപ കൊടുത്ത് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പിറ്റേ ദിവസം അവിടെ ഈ സാധനം വരികയാണ്. അപ്പൊ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണെന്നും ഇതിനെപ്പറ്റി നിരന്തരം ജനങ്ങൾ അവയർ ആവണമെന്ന് 100 രൂപ കൊടുക്കാം നിങ്ങളും കൊണ്ടുപോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളും കൂടെ ചേർന്ന് നടത്തേണ്ട ഒരു പരിപാടിയല്ലേ മനു? ഈ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരൊക്കെയാണ്? അപ്പൊ അവര് തന്നെ ഇത് ഉറവിട മാലിന്യം സംസ്കരണം എന്നുള്ള രീതിക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമാകൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. പ്രധാനമന്ത്രി എത്രയോ കോടിക്കണക്കിന് രൂപയല്ലേ ഗംഗ നവീകരിക്കാൻ വേണ്ടി ചെയ്തത്. എന്നിട്ട് ഗംഗയെ കൂടെ എന്തൊക്കെയാ ഓടുന്നത്? ഇപ്പൊ ഗംഗയെല്ലാം പൂർണ്ണമായിട്ടും ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒഴുകിക്കൊണ്ട് കിടക്കുകയാണോ? അപ്പൊ വന്നിരുന്ന് പറയുന്നവരും സ്വയം ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ കുറ്റം തന്നെ മറച്ചുകൊണ്ട് വല്ലവരെയും കുറ്റപ്പെടുത്തി നമ്മളെല്ലാം നീറ്റാണെന്ന് പറയാതെ നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വേസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്? അതിനകത്ത് രാഷ്ട്രീയം എന്നുള്ള സാധനം ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ നിന്ന് എടുത്തു കളയണം. അത് ഏത് പാർട്ടിയാണെങ്കിലും അതിനകത്ത് രാഷ്ട്രീയമായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. എന്തിനാണ് രാഷ്ട്രീയമായിട്ട് സംസാരിക്കേണ്ടി വരിക? ഇവിടെ വന്ന് ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റേത് സംസാരിക്കേണ്ടി വരുന്നു. അതാണ് ഈ രാഷ്ട്രീയം സംസാരിക്കുക. അത് ഈ രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് റിവ്യൂസ്, നിരന്തരം റിവ്യൂസ് മാത്രമല്ല, മാധ്യമങ്ങളടക്കം ജനങ്ങളടക്കം ജനങ്ങളുടെ ഒരു കമ്മിറ്റി, അതുപോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ, ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്. നേരത്തെ ഒരാൾ പറഞ്ഞു മാതൃഭൂമി ചാനലിൽ കണ്ടു ഇങ്ങനെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നതെന്ന്. അത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ് ആ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അത് മണ്ണാണ് അവിടെ കൊണ്ടുവന്നിടുന്നത്. അത് അങ്ങനെ ഇടുന്നത് പോലും നഗരസഭ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് തേടി അതിനെതിരെ നടപടി എടുക്കാൻ അതിന്റെ റിപ്പോർട്ടും തേടി വെച്ചിരിക്കുകയാണ്. അവർക്കെതിരെ നടപടി എടുക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ആർക്കും ഒന്നും നേടാനില്ല. ഈ സാധനം നമ്മളായി ഉൽപ്പാദിപ്പിക്കുന്നതാണ്, നമ്മളായിട്ടാണ് അത് നശിപ്പിക്കേണ്ടത്. വ്യക്തമാണ്. സമയപരിമിതി കൊണ്ടാണ്. അജയ് കുമാർ ചങ്ങനാശ്ശേരി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കളുടെ അഭിപ്രായം കൂടി വ്യക്തമാക്കാം. 2 ദിവസമായി നമ്മൾ ഇത് ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും സമയം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ലാസ്റ്റ് മൂന്നിലാണ് കിട്ടി. ഏതായാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നമ്മൾ തിരുവനന്തപുരത്തെ ആ വിഷയം ഒന്ന് മാറ്റിവെക്കും. നമുക്ക് കേരളത്തിൽ 87 മുനിസിപ്പാലിറ്റി 6 കോർപ്പറേഷനും ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ഉണ്ടോ? ഒരു ഈ വേസ്റ്റ് കമ്പോസ്റ്റ് വളമാക്കി മാറ്റുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഇല്ലെന്നുള്ളതൊരു ദുഃഖകരമായ വസ്തുതയാണ്. എനിക്ക് 1-2 സ്ഥലത്തുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആറ്റിങ്കൽ മുനിസിപ്പാലിറ്റിയിൽ എവിടെ ഞാൻ വായിച്ചതായിട്ട് തോന്നുന്നു. സെയിം ടൈമിൽ നമ്മുടെ മന്ത്രിമാരും എല്ലാം വിദേശത്ത് പോയി പല കാര്യങ്ങളും കാണുന്നുമുണ്ട്. കണ്ടിട്ട് അതൊന്നും ഇവിടെ പ്രാവർത്തികമാക്കാൻ അവരെ കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? വേൾഡ് ബാങ്ക് നമുക്ക് വലിയൊരു ധനസഹായം ഇതിനു വേണ്ടി തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പല നഗരങ്ങളിലും, ഇൻഡോർ, ബാംഗ്ലൂർ, പിന്നെ ഗുജറാത്തിൽ ചില സ്ഥലങ്ങൾ, പലയിടത്തുമായിട്ട് വളരെ, അതായത് ലോകോത്തര നിലവാരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ആകെ ഇത്രയും സ്ഥലമല്ല ഉള്ളൂ. നമുക്ക് 1-2 വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തെയും വേസ്റ്റ് അവിടെ എത്തിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ടണ്ണ് കണക്കിന് പ്ലാസ്റ്റിക്കുകൾ, ഏതാണ്ട് 1000 മില്യൺ ടൺ എന്നൊക്കെയാണ് ചില സ്റ്റഡീസ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കെട്ടിക്കിടപ്പുണ്ട്, ഭൂമിക്കടിയിലുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുക. ഇനിയിപ്പോ ഇദ്ദേഹം നോക്കി 1-2 ദിവസം കഴിയുമ്പോൾ മറക്കുമെന്നാണ് താങ്കളും ആശങ്കപ്പെടുന്നത്. ഏതായാലും സമയപരിമിതി കൊണ്ടാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ രാജിക്കുട്ടി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്കും പ്രതികരിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഇതിനെ ഇപ്പോ ഒരു അപകടം ഇപ്പോഴാണെങ്കിൽ വേസ്റ്റിനെ കുറിച്ചുള്ള ഒരു ബോധോദയം ഗവൺമെന്റിനും പ്രതിപക്ഷത്തിനും എല്ലാം ഉണ്ടായത്.
നാളിതുവരെ ഇത് എല്ലാവരുടെയും മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്കും അതിനെപ്പറ്റി ഒന്നും പറയാനുണ്ടായില്ല അല്ലേ? ജോയി എന്ന് പറയുന്ന ഒരാൾ രക്തസാക്ഷി ആയപ്പോഴ് റെയിൽവേയെ കുറ്റപ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് നഗരസഭയെ കുറ്റപ്പെടുത്തുന്നു, മന്ത്രിമാരെ കുറ്റപ്പെടുത്തുന്നു. ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന വേസ്റ്റല്ലേ നമ്മൾ തന്നെയല്ലേ കൊണ്ടിടുന്നത്. ഇത് കുന്നിക്കോട്ടുകാരോ അല്ലെങ്കിൽ കൊല്ലത്തുകാരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉള്ളവരെ അവിടെ കൊണ്ടിടുന്ന വേസ്റ്റ്. അവിടുത്തെ അതിനെന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ കാരണം ഈ വേസ്റ്റ് ഇട്ടാൽ അവന് ശിക്ഷ കിട്ടുമെന്നുണ്ടെങ്കിൽ മാടിന്റെ വേസ്റ്റ് അത് കഴിഞ്ഞാണെങ്കിൽ അവനെ അറയ്ക്കും. നമ്മൾ സാറ് കണ്ടാൽ പോലും ഈ ഫോട്ടോയിൽ കാണുന്നത് കണ്ടാൽ പോലും നമുക്ക് അറയ്ക്കുന്നതാണ്. ഇതിന് ശരിയായ രീതിയിൽ ശിക്ഷാ നടപടി ഉണ്ടാവണം. അല്ലാതെ ഇവിടുന്ന് യോഗം കൂടിയുണ്ടെന്നും വലിയ കാര്യമൊന്നുമില്ല സാറേ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയപരിമിതി കൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാകുമോ എന്ന്. പക്ഷേ 17% ആളുകൾ മാത്രമാണ് അതിൽ നടപ്പിലാകും എന്ന് പറയുന്നത്. 80% ആളുകൾ ഇത് നടപ്പിലാകാൻ യാതൊരു സാഹചര്യവും ഇല്ല എന്ന് പറയുന്നു. അതേസമയം 3% ആളുകൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു. നടന്നാൽ നടന്നു, നടന്നില്ലെങ്കിൽ നടന്നില്ല എന്ന നിലപാട്. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി.